ഇന്ന് രാവിലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അലാറം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും 5 മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നതാണ്. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലോ സമയം 8 മണി. ഷിനിക്കാക്ക് ആണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 9 മണിക്കെങ്കിലും എണീക്കണമെന്ന്. ഞാനാണെന്നുണ്ടെങ്കിൽ എണീറ്റപ്പോൾ 8 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ എണീറ്റിട്ട് ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. ഇന്നലെ രാത്രി തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേഗം വേവിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. എണീറ്റത് വൈകിട്ടുണ്ടായിരുന്നെങ്കിലും വേറെ നാസ്ത ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. ചപ്പാത്തി തന്നെ അങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നേ. തലേ ദിവസം തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് വരാറില്ല. അപ്പോൾ വേഗം തന്നെ ചപ്പാത്തി മാവും കുഴച്ച് വെച്ചു. നമ്മുടെ ഗ്രീൻ പീസ് ഒരുവിധം വെന്തപ്പോഴാണ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പാലും കൂടെ പൊട്ടിച്ച് വെച്ച് ചായ കാച്ചാൻ വേണ്ടി നോക്കുകയാണേ. പിന്നെ അപ്പുറത്ത് തന്നെ ചപ്പാത്തി ചൂടാനുള്ള ചട്ടിയും കൂടെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഗ്രീൻ പീസ് വേവിക്കാണ്ട് വെക്കുമ്പോൾ തന്നെ സവാളയും പൊടികളൊക്കെ ഇടാറുണ്ട്. ഇന്ന് ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ സവാളയും പൊടികളൊന്നും ഇടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം ചട്ടി ചൂടായപ്പോഴത്തേക്കും നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിലോ ഗ്രീൻ പീസ് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും ഞാൻ രക്ഷപ്പെട്ടിട്ടാ വേഗം തന്നെ സവാളയും തട്ടിക്കൊടുത്ത് ഞാനൊന്നും കൂടി വേവിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ഷിനിക്കാക്ക് മാത്രമുള്ള ചപ്പാത്തി ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ വേഗം തന്നെ എനിക്കുമുള്ള ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചട്ടിയൊക്കെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഷിനിക്കാക്ക് അവിടെ എണീറ്റ് പല്ലൊക്കെ തേക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞ ആൾ ഇന്ന് 9:20 ആയപ്പോഴാണ് എണീറ്റത്. ഇത്രയും ധൃതി പിടിച്ച് ഞാൻ ആരായി ഇപ്പോൾ. അങ്ങനെ വേഗം തന്നെ ഗ്രീൻ പീസൊക്കെ കറിയാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇന്ന് പല്ല് കൂടി തേക്കാണ്ടാണ് കേട്ടോ എല്ലാ പണിക്കും നിന്നത്. പിന്നെ വേഗം തന്നെ പല്ലൊക്കെ തേച്ച് നമ്മുടെ ഗ്രീൻ പീസ് കറി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാട്ടെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഷിനിക്കാക്കയുടെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഹാളിൽ ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇക്കാക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐനൂസിനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചിത്താങ്ങ് ഉണ്ട് കേട്ടോ. ആൾക്ക് ചെറുതായിട്ട് പനിക്കണുണ്ട്, പിന്നെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ചായ ഒന്നും ഒറ്റക്ക് കുടിക്കണില്ല കേട്ടോ. പിന്നെ ഞാൻ മടിയിലിരുത്തി അവൾക്ക് ചായയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവളെ സോപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അവളൊന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ വേഗം തന്നെ സോഫ സെറ്റിയൊക്കെ കുടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടേബിളിൻ്റെ അടിയിൽ നമ്മുടെ ഐനൂസിൻ്റെ ഡ്രസ്സും പിന്നെ എൻ്റെ ഡ്രസ്സും കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ കളിപ്പാട്ടത്തിൻ്റെയൊക്കെ. അപ്പോൾ അവളുടെ ടോയ്സൊക്കെ ഒന്ന് നീക്കി അടിച്ചു വാരി, പിന്നെ നമ്മുടെ സോഫ സെറ്റി ഒന്ന് നീക്കി അടിച്ചു വാരി, നമ്മുടെ പിന്നെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. പിന്നെ നേരെ തന്നെ ഐനൂസിൻ്റെ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ഞാനുള്ള മേലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മേല് കഴിക്കാന്നുള്ള പ്ലാനായിരുന്നു. അവൾ ചെന്ന് ഷവർ ഓണാക്കി തലയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐനൂസിന് മരുന്ന് കൊടുക്കാനുള്ള നോക്കുകയാണ് കേട്ടോ. ഐനൂസ് ചില നേരത്ത് മരുന്ന് കുടിക്കും, ചില നേരത്ത് ഒട്ടും സമ്മതിക്കൂലാടെ, ഭയങ്കര വാശിയായിരിക്കും. ഇന്നെന്തോ ഒരു വാശിയില്ലാണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മരുന്ന് വേഗം ഇനിയും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവളടുത്ത് ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവളെ കുറച്ച് നേരം അവളടുത്തൊക്കെ ഇരുന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വീഡിയോ. നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ